ഫ്രാക്ഷൻസിന്റെ ബേസിക് കണ്ടപ്പോൾ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം എന്താണെന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ ആ മിശ്ര ഭിന്നം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പോകും, ഒന്നുകൂടി അതേ ആശയങ്ങളൊന്ന് കവർ ചെയ്യാൻ പോകും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലെവൽ എക്സാംസിലൊക്കെ മിശ്ര ഭിന്ന രൂപങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിരവധി ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാം. സോ ഒരു മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫ്രാക്ഷൻ. സോ മിക്സ്ചർ ആണെന്നറിയാലേ, മിശ്രിതമാണ് എന്തിന്റെയൊക്കെ. ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും, ഒരു ഭിന്നം എങ്ങനത്തെ ആയിരിക്കും അതെപ്പോഴും ഓർക്കണം. ഭിന്നം വരാൻ പോകുന്നത് സാധാരണ ഭിന്നം, പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. എക്സാമ്പിൾ ഈസി ആയിട്ട് പറയാൻ, ഇപ്പൊ 2.5 നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, 2.5 2 and 1/2. സോ ഇവിടെ എന്തൊക്കെയുണ്ട്, 2 കൊണ്ട് ഒരു അരയുണ്ടല്ലേ. സോ 2 എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ഭാഗമാണ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള 2 എന്ന് പറയുന്നത്. അര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗം മാത്രമല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്, 2 + 1/2. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 + 1/2. സോ ഇതിനെ നമുക്ക് വിഷമ ഭിന്ന രൂപത്തിൽ എഴുതാമെന്ന് പറഞ്ഞു അല്ലെ. വിഷമ ഭിന്ന രൂപം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. സോ ഇവിടുന്ന് എഴുതാനാണെങ്കിൽ 2 × 2 4 + 1 5/2 എന്ന് എഴുതാം. ഇനി ഇവിടുന്നാണെങ്കിൽ നമുക്ക് എൽസിയത്തിന്റെ അടിസ്ഥാനം എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. എൽസിയം എടുക്കുകയാണെങ്കിൽ ഇവിടെ 2/1 ആണെന്നപ്പോൾ നമുക്ക് സങ്കല്പം അറിയാം. ക്രോസ് ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. എൽസിയം ആണെങ്കിൽ ഇവിടെ 2 വരണം. സോ ഇവിടെ × 2 ചെയ്യുമ്പോൾ ഇവിടെ × 2. സോ ആക്ച്വലി 4/2 + 1/2. ആൻസർ 5/2. ശരിയാണല്ലോ. ഈ രീതിക്കാണ് നമ്മൾ നോർമലി സോൾവ് ചെയ്യുന്നത്. സോ തീരെ ബേസിക് ആണ്, അത് അറിയാവുന്നതാണെങ്കിൽ 2 and 5/3 ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ രൂപം എഴുതിയാൽ ഇത് ആക്ച്വലി മാത്തമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഫോം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? പറയാൻ പറ്റും. ഇതിപ്പോ 2 + 5/3 എന്ന് പറഞ്ഞല്ലേ നമ്മൾ കാണാം. നമ്മുടെ മിശ്ര ഭിന്നത്തിന്റെ ആശയം അനുസരിച്ച് നമുക്ക് വരുന്ന ഭിന്നരൂപം, ഈ വരുന്ന ഭിന്നരൂപം എന്തായിരിക്കണം, സാധാരണ ഭിന്നമായിരിക്കണം. എപ്പോഴും ഓർത്തോണം, സാധാരണ ഭിന്നമായിരിക്കണം. അത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷ് പറയും, സാധാരണ ഭിന്നം. ഈ സാധാരണ ഭിന്നമാണോ? സാധാരണ ഭിന്നത്തിന്റെ പ്രത്യേകത എന്താ? അംശം ചെറുതായിരിക്കും അല്ലെ, ഇവിടെ അംശം വലുതാണ്. സോ അതിന്റെ അർത്ഥം ഈ 5/3 വീണ്ടും നമുക്കൊരു മുഴുവൻ ഭാഗം അടങ്ങിയിട്ടുണ്ട്. ശരിയല്ലേ? ഒരു വട്ടം പോവില്ലേ 5/3. 5/3 ചെയ്താൽ നമുക്ക് ഒരു വട്ടം പൂർണ്ണമായിട്ട് പോവും, ശിഷ്ടം 2 വരും അല്ലേ. സോ ഇതിനെ 1 and 2/3 എന്ന് പറഞ്ഞിരുന്നായിരുന്നു. 2 + 1 and 2/3, അതായത് 3 and 2/3 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്ത് രൂപം, മിശ്ര ഭിന്ന രൂപം. സംശയം വേണ്ടി നോക്കിക്കോളാം. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 × 2 6 + 5 11/3 എന്ന് പറയും. എന്ത് രൂപത്തിലും? വിഷമ ഭിന്ന രൂപത്തിൽ. ഈ വിഷമ ഭിന്ന രൂപമാണല്ലോ നമ്മൾ മിശ്ര ഭിന്നമായിട്ട് എഴുതുന്നത്. സോ അവിടെ നോക്കുമ്പോൾ 3 വട്ടം അടങ്ങിയിട്ടുണ്ടല്ലേ. 3 3s are 9, ശിഷ്ടം 2 ഉണ്ട്. 3 and 2/3. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മിശ്ര ഭിന്ന രൂപം. എപ്പോഴും ഓർത്തോണം, ഭിന്നരൂപം നമുക്ക് വരുന്നത് സാധാരണ ഭിന്നമല്ലെങ്കിൽ അതിനെ സാധാരണ ഭിന്നമാക്കണം. ആക്കുന്ന രീതി മനസ്സിലായല്ലോ. എത്ര വട്ടം അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ ഇങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാണെങ്കിൽ ചെയ്തെടുക്കാം. ഈ ആശയം നമുക്ക് മനസ്സിലുണ്ടാവണം, കാരണം നമ്മൾ അഡീഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആശയങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. സോ അങ്ങനെയെങ്കിൽ സബ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട് രസകരമായ കാര്യം നമുക്ക് നോക്കാൻ പോവാം. ഒരു സംഖ്യ 3, ഇതിൽ നിന്ന് 1/4 ഭാഗം കുറയ്ക്കുന്നു. ആൻസർ എത്ര കിട്ടും? 3 - 1/4. ഈസി ആയിട്ട് പറയാൻ പറ്റില്ലേ. 3ൽ നിന്ന് നമ്മൾ 1/4 കുറച്ചാൽ എത്ര കിട്ടും? 2.25 അല്ലെ. 2 and 3/4. സോ മിശ്ര ഭിന്ന രൂപത്തിൽ ആൻസർ നമുക്ക് 2 and 3/4 എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും, മനസ്സിൽ കാണാൻ പറ്റിയുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എത്താൻ നോക്കാം. നമ്മുടെ സാധാരണ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പൊ 3 - 1/4 എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഛേദങ്ങൾ നോക്കും. ഇവിടെ ഛേദം ഇല്ലാന്ന് നമുക്ക് തോന്നും, പക്ഷേ by 1 ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഛേദങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? LCM എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. LCM എടുക്കുകയാണെങ്കിൽ ഇവിടെ × 4 ചെയ്യും, അപ്പൊ ഇവിടെ × 4 ചെയ്യും. സോ 4 3s are 12. 12 - 1/4 എത്ര കിട്ടും? 11/4. 11/4 നമ്മൾ മിശ്ര ഭിന്ന രൂപത്തിൽ 2 and 3/4 വരുന്നുണ്ടാവും. സംശയമുണ്ട്, ചെയ്ത് നോക്കുക. 11 4 കൊണ്ട് ഹരിച്ചാൽ 2 വട്ടം പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടുണ്ട്, ശിഷ്ടം 3 ഉണ്ട്. 2 and 3/4 എന്ന് എഴുതാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ എത്താണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ സാധിക്കും. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. 3 - 1/4, 3 നമ്മൾ 2 + 1 എന്ന് പറഞ്ഞ് കണ്ടു. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. 1 + 2 എന്ന് എഴുതിയാലും 2 + 1 എന്ന് എഴുതിയാലും ഒക്കെ സെയിം ആണ്. ഇനി ഇവിടെ 1/4 ഉണ്ടല്ലേ, ഇവിടെ 1 ഉണ്ട്. നമുക്ക് ഒരു മുഴുവൻ ഭാഗം കിട്ടണം. നമുക്കിവിടെ അടിസ്ഥാനം 4 അല്ലേ. സോ ഈ 1നെ 4ന്റെ അടിസ്ഥാനത്തിൽ കാണാൻ പോയാൽ 4/4 എന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റുണ്ടോ?
നാലിൽ 4 ഭാഗം നമ്മൾ എടുത്താൽ അത് പൂർണ്ണമായില്ലേ. സോ 1നെ 4/4 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെ എന്താണോ ഉള്ളത് അത് ഇങ്ങനെ മുകളിലും താഴെയായിട്ട് കൊടുത്താൽ മതി, വേറൊന്നും ചിന്തിക്കാറില്ല. സോ ഇവിടെ നമുക്ക് ഇനി കുറയ്ക്കാല്ലേ, 4 - 1 3. എന്തുകൊണ്ടാണ് ഛേദങ്ങൾ ഒരുപോലെ? സോ 2 + 3/4 നമുക്ക് നേരിട്ട് 2 and 3/4 എന്ന് എഴുതാൻ പറ്റില്ല. സോ വിഷമ ഭിന്നത്തിലേക്ക് പോവാതെ LCM എടുക്കാതെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിന്റെ ഫൈനൽ സ്റ്റെപ്പിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. സോ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മനസ്സിലായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നേരത്തെ സാധാരണ ചെയ്യുന്ന രീതി അറിയാമല്ലോ. സോ 1-2 എക്സാമ്പിൾ കൂടി കാണിക്കാം. അപ്പൊ ചിലപ്പോൾ മനസ്സിലാവാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം. അടുത്തത് 4 - 3/4. 4 നിന്ന് 3/4 കുറച്ചാൽ എത്ര കിട്ടും? 4 നിന്ന് 3/4 കുറച്ചാൽ 3/4 കിട്ടും എന്നറിയാലോ. അത് നമ്മൾ ഇപ്പൊ ചെയ്ത രീതിയിൽ സാധാരണ LCM എടുത്ത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, ട്രൈ ചെയ്ത് നോക്കിക്കോളുക. LCM എടുത്ത് ചെയ്യുന്ന രീതി ഇപ്പൊ തൽക്കാലം ഇത് കാണിക്കുന്നുണ്ടാവില്ല. സോ നമ്മൾ ഈ രീതിക്ക് നേരത്തെ ചെയ്ത പോലെ എത്താറാണ്. 4നെ 3+1 എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നു. 3+1 3+1 4 അല്ലേ, -3/4. സോ 3 അതുപോലെ ഇട്ടു, ഈ 1 എഴുതിയത് 4/4 എന്ന് എഴുതി, -3/4. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഛേദങ്ങൾ ഈ 2 ഭാഗത്ത് ഒരുപോലെ, ഈ ആളവിടെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അടുത്ത ഇവിടെ നോക്കി 4 - 3 1. സോ 3 + 1/4 നമുക്ക് നേരെ 3 and 1/4 എഴുതാൻ പറ്റില്ലേ. സോ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കിടക്കുന്ന മിശ്രഭിന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് കുറയ്ക്കുന്ന സമയങ്ങൾ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ സാധിച്ചാൽ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം. സോ സംഖ്യകളൊന്ന് മാറ്റി നോക്കുവാണ്. നെക്സ്റ്റ് 7 - 2/5. ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇല്ലല്ലോ. 7 നിന്ന് 2/5 കുറയ്ക്കണം. സോ ഇവിടെയും നമുക്ക് 7നെ 6+1 എന്ന് പറഞ്ഞ് കണ്ടു. നമ്മളെപ്പോഴും 1 കൂട്ടുന്ന കേസ് ആയിട്ട് ഇങ്ങനെ എഴുതുക, -2/5. സോ ഇവിടെ 6 അതുപോലെ എഴുതി, ഈ 1നെ ഇവിടെ 2/5 അല്ലേ, അടിസ്ഥാനം 5 അല്ലേ. സോ 5/5 എന്ന് പറഞ്ഞ് കണ്ടു. 5/5 - 2/5 എത്ര കിട്ടും? 6 + 5/5 - 2/5 5 - 2 3 അല്ലേ. 6 and 5 - 2 3 6 and 3/5. സംശയമുണ്ട്, ചെക്ക് ചെയ്ത് പോയി. 5 × 7 35. 35 - 2 33. 33/5 കിട്ടും. ഇതിനെ നമ്മൾ മിശ്രഭിന്ന രൂപത്തിലേക്ക് ആക്കുവാണെങ്കിൽ 6 വട്ടം അടങ്ങിയിട്ടുണ്ടല്ലോ. 6 5 30, -3 ഉണ്ട്. 6 and 3/5 സെയിം ഒന്നും. സോ ഒരു പക്ഷേ ഇങ്ങനൊരു രീതി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തതൊക്കെ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അവിടെ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്ക് തറവാവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. തറവാക്കാനൊക്കെ സാധിക്കുന്നുണ്ടാവും. പേടിയോടെ കാണാണ്ടിരുന്നാൽ മതി. അയ്യോ ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാണാണ്ടിരുന്നാൽ മതി. വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് കാൽക്കുലേഷൻ വഴി കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ നമ്മൾ തന്നെ ചെയ്യുന്ന ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ആശയം മാറ്റിക്കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ. ആശയത്തിലൂടെ തന്നെ നമ്മൾ പോയിരിക്കും. സോ ഏത് രീതിക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യും. ഇങ്ങനെ ഒരു രീതി കൊണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. സോ ഇനി നമ്മൾ കുറച്ച് ബേസിക് ചോദ്യങ്ങളായിരിക്കും കാണുക. മിശ്രഭിന്നങ്ങളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ബേസിക് ചോദ്യങ്ങൾ നോക്കാം. സോ 2 + 1 and 1/4 + 3 and 3/4 വ്യവകലനം സങ്കലനമാണ്. കൂട്ടൽ മാത്രമേ, സങ്കലനം മാത്രമാണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഈ മിശ്രഭിന്ന രൂപത്തിനെ നമ്മൾ വിഷമഭിന്ന രൂപമാക്കും, എന്നിട്ട് LCM ഒക്കെ എടുത്ത് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ രീതി 2ന് അതുപോലെ എഴുതാം. +1 and 1/4നെ 1 + 1/4 എന്ന് കാണാമല്ലോ. +3 and 3/4 3 and 3 + 3/4 എന്ന് കാണാം. ശരിയല്ലേ? 3 and 3 3/4 3 + 3/4 എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നോക്കിയാൽ ഇപ്പൊ നമുക്ക് സംഖ്യകളൊക്കെ ഉള്ളത് ഒന്ന് ഒരുമിച്ചാക്കി കൂട്ടാൻ പറ്റും. ശരിയല്ലേ? 2 + 1 3 3 + 3 6 6 വന്നു. പ്ലസ് ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻസ് അല്ലേ, കൂട്ടാനല്ലേ. 1/4 + 3/4 1/4 3/4 നോക്കിയേ, ഛേദങ്ങൾ ഒരുപോലെ അല്ലേ. കൂട്ടി എത്ര കിട്ടും? 4/4 എത്രയാ? 1. 6 + 1 ചെയ്താൽ 7. ആൻസർ ആയില്ലേ? സോ എത്ര ആൻസർ? 7. അല്ലാതെ നമ്മൾ ഇതിനെ ഇനി 1 and 1/4നെ 4 × 1 4 + 1 5 5/4 പ്ലസ് ഇവിടെ 3 and 3/4 4 3 12 + 3 15/4 എന്നൊക്കെ ആക്കി പിന്നെ LCM എടുക്കാൻ ശ്രമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് സമയം എടുക്കും. എന്തിനാ ഇങ്ങനെ ചെയ്താൽ പോരെ? മിശ്രഭിന്നത്തിന്റെ ബേസിക് ആശയം നമ്മൾ ഇതിനാണ് കണ്ടത്, ഇതുപോലെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അത് മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 5 and 1/3 3 and 1/3 2 and 1/3 5 and 1/3 കൂട്ടണം ഈ സങ്കലനമാണ്. 3 and 1/3 അതിൽ നിന്ന് പിന്നെ വ്യവകലനമാണ്. 2 and 1/3 കുറയ്ക്കുന്നു. സോ ഇവിടെ നോക്കിയാൽ 5 + 3 ഓക്കെ 5 + 1/3 5 and 1/3 അടുത്ത പ്ലസ് 3 and 1/3 3 + 1/3 അടുത്ത മൈനസ്, അടുത്ത ശ്രദ്ധിച്ചോണം, -2 and 1/3
നമ്മൾ 2+1/3 എന്നല്ലേ സാധാരണ എഴുതുന്നത്. ഈ മൈനസ് ചിഹ്നം ഇവർക്ക് രണ്ടുപേർക്കും ബാധകമാണെന്ന് ഓർത്തോണം. സോ മൈനസ് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങനെ അങ്ങ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാ? ഈ മൈനസ് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കും -2 -1/3. സോ മിശ്രഭിന്നം നെഗറ്റീവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രണ്ടാൾക്കാരും നെഗറ്റീവിൽ വരും എന്ന് ഓർത്താൽ മതി. ഇനി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? 5 + 3 8, 8 - 2 6. ഇനി 1/3 + 1/3 2/3 -1/3. 1/3 + 1/3 -1/3. ഈ 1/3 വെട്ടിപ്പോകുന്ന അറിയാലോ, അങ്ങനെ വേണമെങ്കിൽ കാണാം. സോ ബാക്കി എത്ര ഉണ്ട്? 1/3 ഉണ്ടാവും. 6 + 1/3 6 and 1/3. ഇനി ഇതിനെ വിഷമഭിന്നമാക്കണമെങ്കിൽ 3 × 6 18 + 1 19/3. 19/3 അല്ലെങ്കിൽ 6 and 1/3 എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാം. 6 and 1/3 or 19/3. ചെയ്താൽ മനസ്സിലായാലോ? 5 + 3 8 - 2 6 വന്നു. അടുത്ത 1/3 + 1/3 2/3 വരും. അതിൽ നിന്ന് 1/3 വെച്ചാൽ ബാക്കി 1/3. സോ ചിഹ്നം പ്ലസിലല്ലേ വന്നേ? 1/3 + 1/3 2/3 -1/3 ചെയ്താൽ 1/3 കിട്ടും. ചിഹ്നം പ്ലസിൽ വന്നുകൊണ്ട് 6 + 1/3 എന്നായി. സോ 6 and 1/3 അല്ലെങ്കിൽ 19/3 എന്ന് എഴുതാം. ആൻസർ മനസ്സിലായില്ലേ? സോ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് വിഷമഭിന്നത്തിലേക്കൊന്നും ആക്കാണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ മോഡൽ ചോദ്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും സാധാരണ ചോദിക്കുകയും ചെയ്യാം. മിശ്രഭിന്നം കൂട്ടുന്ന രീതി ഇപ്പം ക്ലിയർ ആയി കാണുള്ളൂ. കൂട്ടലും കുറയ്ക്കലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 50 and 3/4 - 20 and 1/2 + 10 and 1/4 + 3/2. ഇത് ആക്ച്വലി 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് ഉണ്ടല്ലോ 50 and 3/4 മിക്സ്ചർ ഫ്രാക്ഷൻ കണ്ടല്ലോ. 50 and 3/4 - 20 and 1/2 + 10 and 1/4 + 3/2. സോ ആക്ച്വലി നോക്കിയാൽ വലിയ വലിയ നമ്പേഴ്സിലേക്ക് പോകുന്ന ടൈപ്പിലേക്ക് എത്തി അല്ലേ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏത് എക്സാമിന് ചോദിച്ചാൽ 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷന് വേണ്ടുന്ന എക്സാം. സോ അവിടെ കാൽക്കുലേഷനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് കാൽക്കുലേറ്റീവ് ആകുന്നത് നമ്മൾ നമ്മുടെ സാധാരണ അപ്രോച്ചിലൂടെ പോകുമ്പോഴാണ്. അല്ലാതെ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷന്റെ അപ്രോച്ചിൽ പോയാൽ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്താൻ പറ്റും. പ്രാക്ടീസ് ആണെങ്കിൽ പെന്നും പേപ്പർ ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റും. 50 - 20 എത്രയാ? 30. 30 + 10 40. അവിടെ നോട്ടെ 40. അടുത്ത 3/4 ഉണ്ട്, 1/4 ഉണ്ട്. ഇതൊക്കെ അവിടെ നോട്ടെ. 1/2 കൂടെ നോട്ടെ. 3/4 1/4 ഉണ്ട്. ഇവർക്ക് രണ്ടും പ്ലസ് അല്ലേ ചിഹ്നം. 3/4 + 1/4 4/4 1. 40 അവിടെ ഉണ്ട്. ഇപ്പൊ ഒന്നുകൂടി കൂട്ടണം. ഇനി ഈ 1/2 മൈനസ് -1/2 + 3/2 -1/2 + 3/2. ചിഹ്നങ്ങൾ ഡിഫറെന്റ് ആണ്. ഡിനോമിനേറ്റർ സേവ് ആയിട്ട് -1 + 3 -1 + 3 2 കിട്ടും. ശരിയാണല്ലോ. 2/2 1. ഈ രണ്ട് ഭിന്നഭാഗത്തു നിന്ന് 1 കിട്ടി. ഈ രണ്ട് ഭിന്നഭാഗത്തു നിന്ന് +1 രണ്ടും +1 കിട്ടി. 40 ഓൾറെഡി ഉണ്ട്. 40 + 1 + 1 42. മനസ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു പോയോണ്ട് ഇത്ര സമയം എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സാധനമാണ് നമ്മൾ നോർമലി 4 × 50 + 3 /4 2 × 20 + 1 /2 4 × 10 + 1/4 എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ LCM എടുത്ത് ചെയ്യാൻ പോകും. അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം എടുക്കുമെന്നുള്ള ആൻസർ കിട്ടും. പക്ഷേ ഇതിന് ഇപ്പൊ പറഞ്ഞ രീതിക്ക് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ രീതി ഇത്രയേ ഉള്ളായിരുന്നു. 50 + 3/4 -20. ഓർത്തോണം, മൈനസ് മിക്സ്ഡ് ഫ്രാക്ഷന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കിടക്കുന്ന ഫ്രാക്ഷനും ആ ഫ്രാക്ഷൻ പാർട്ടിനും ബാധകമാണ്. അത് മാത്രം ഓർത്താൽ മതി. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കാന്ന് വെച്ചാൽ ആശയം മനസ്സിലായ കുഴപ്പമില്ല. ഓർമ്മ വന്നോളും. 10 + 1/4 + 3/2. ഇതാണ് ആക്ച്വലി ഈ ഫ്രാക്ഷൻ. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. 50 + 3/4 ആണ് 50 and 3/4. -20 - 1/2 നമ്മൾ മൈനസ് പുറത്തെടുക്കുമ്പോഴാണ് 20 + 1/2 20 and 1/2 20 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ആ മൈനസ് ആണ് ഈ പുറത്ത് വിട്ട് കിടക്കുന്നത്. 10 + 1/4 ആണ് 10 and 1/4. 3/2 അവിടെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് 3/2 ആക്ച്വലി 1 and 1/2 ആണ്. സോ അങ്ങനെ കിടപ്പുണ്ട്. ഇതിനെ നമ്മൾ നോക്കിയപ്പോൾ 50 - 20 നമ്പേഴ്സ് മാത്രം ആദ്യം എടുക്കുക. നമുക്കുള്ള നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. +10 അത്രയേ ഉള്ളൂ നമ്പേഴ്സ്. ഇനി ബാക്കി നമ്മൾ പ്ലസ് ഇട്ടേക്കാം. പ്ലസ് തന്നെ ഇട്ടോ, യാതൊരു കുഴപ്പമില്ല. അടുത്ത് നമ്മൾ 3/4 ഈ 3/4 ഈ 1/4 എടുക്കുക. അവർക്ക് രണ്ടും പ്ലസ് ആയതുകൊണ്ട് +3/4 + 1/4. അടുത്ത വീണ്ടും പ്ലസ് തന്നെ ഇട്ടു, യാതൊരു കുഴപ്പമില്ല. വീണ്ടും എടുക്കാൻ പോകുന്നിടത്ത് 1/2 മൈനസ് ഉണ്ടെന്ന് ഓർത്താൽ മതി. -1/2 + 3/2. ഇതാണ് നമ്മൾ ചെയ്തു പോയ രീതി. ഇവിടെ നോക്കിയേ 50 - 20 30 + 10 40. ഇതിന്റെ ഇത്രയും ഭാഗം 40 വന്നു. 3/4 + 1/4 LCM ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലോ, കാരണം ചെയ്തെങ്കിൽ ഒരുപോലെ 4/4 ആണ്. സോ 3 + 1 4 4/4ന്റെ ആൻസർ നമുക്ക് 1 വരും. അടുത്ത ഇവിടെ -1/2 + 3/2. ഛേദങ്ങൾ ഒരുപോലെയാണ്.
-1 + 3 ഇൻഡിജേഴ്സ് ഓർത്താൽ മതി. 3 - 1 2 വരും, പോസിറ്റീവ് ആണ്. സോ പ്ലസ് ഇവിടെ 2/2 1, ഇവിടെ 1, 40 + 1 + 1 41 + 1 42. സോ ആൻസർ 42, ഓപ്ഷൻ ഡി ആണ്. ഈസി ചോദ്യമാണ്. ട്രഡീഷണൽ രീതിയിൽ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ കുറച്ച് സമയം എടുക്കും, കുറച്ച് കാൽക്കുലേഷൻസ് വരും. പക്ഷേ ഈ ഒരു രീതി മനസ്സിലായാൽ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ടി വരത്തില്ല, അല്ലാണ്ട് മനസ്സ് ചെയ്യാൻ പറ്റും. മേ ബി ഇത് ചിലപ്പം ആദ്യമേ എഴുതി നോക്കേണ്ടി വരുമായിരിക്കും. ഈ നമ്പേഴ്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് ഈസി ആയിട്ട് മനസ്സ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ആൻസറിലേക്ക് എത്താം. സോ ആൻസർ 42 ആണ്. ഈ ഒരു അപ്രോച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, കിട്ടുന്നുണ്ടാവും. ഈസിയാണ്. ഏറ്റവും ആദ്യമേ കാണുമ്പോൾ ഇത്ര ഉണ്ടെന്നൊക്കെ തോന്നും, ഇത്ര ബോർഡ് നിറച്ച് എഴുതി വെച്ചിരിക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ ഉണ്ടാ, എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഇത്ര ഒന്നും ചെയ്യാതെ തന്നെ മേ ബി ഞാൻ ആദ്യമേ പറഞ്ഞതിനേക്കാൾ സ്പീഡിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. സോ അതുകൊണ്ട് ഈ രീതിയോട് പ്രാക്ടീസ് ചെയ്യുക. ആക്ച്വലി ഇത് പുതിയ മെത്തേഡൊന്നും അല്ല, മിശ്ര ഭിന്നം വന്ന ആശയമാണ്. 53/4 ഇങ്ങനെ ആണ് ശരിക്കും കാണേണ്ടത്. അതിൽ നിന്നാണ് 50 and 3/4 വന്നത്. ആ ഒരു സാധനം ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് വന്നോളും. സോ നമുക്ക് വീണ്ടും മിക്സ്ഡ് ഫ്രാക്ഷനോട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി കാണുന്നുണ്ടാവും, അപ്പോൾ ഒന്നുകൂടി തറവാകുന്നുണ്ടാവും. മിക്സ്ഡ് ഫ്രാക്ഷന്റെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. മിശ്ര ഭിന്നവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം അഡീഷൻ തന്നെയാണ്. 1 and 4/7 + 7 and 1/3 + 3 and 3/5. ഓക്കെ, ഓപ്ഷൻസിലേക്ക് ഒന്ന് കണ്ണുപിടിച്ചാൽ മിശ്രഭിന്ന രൂപത്തിലല്ല കിടക്കുന്നത്, ശരിയല്ലേ? നമ്മൾ ഇതുവരെ കണ്ട മിശ്രഭിന്ന രൂപത്തിലുള്ള ഓപ്ഷനൊക്കെ വരുന്നതാണ് നേരത്തെ കണ്ടത്. മിശ്രഭിന്ന രൂപത്തിലല്ല. അപ്പൊ തോന്നുന്നു ഇത് മിശ്രഭിന്ന രൂപത്തിൽ ചെയ്താൽ ഇച്ചിരി പാടുപെടില്ലേ? കാരണം ഇവിടുത്തെ നമ്പേഴ്സും ഒക്കെ നോക്കിയാൽ 1 4/7 7 1/3 3 3/5. ഓപ്ഷൻസ് നോക്കിയാൽ വലിയ ഓപ്ഷനും ഒക്കെ ഉണ്ട്. ഇനി ഒരു ചെറിയൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടുക. ഈ ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കണക്കുകൂട്ടലൊന്നും അങ്ങനെ കണക്കിൽ ബ്രില്യൻ്റ് ഒന്നും ആവൊന്നും വേണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ. ഓപ്ഷൻ എ 21/105 സാധാരണ ഭിന്നമാണല്ലോ, അല്ലേ? സാധാരണ ഭിന്നമല്ലേ? ഇതിപ്പോൾ ആക്ച്വലി വിഷമ ഭിന്നങ്ങളാണ് ശരിക്കും പറഞ്ഞതൊക്കെ വരാൻ പോകുന്നത്. എല്ലാം കൂടി കൂട്ടിയാൽ ഒരിക്കലും സാധാരണ ഭിന്നം മാത്രമായിട്ട് വരത്തില്ല. എന്ന് വെച്ചാൽ 1ൽ താഴെയുള്ള ആൻസർ വരത്തില്ല. ഇവിടെ നോക്കി തന്നെ 7 8 11 11ന് മുകളിലുള്ള ആൻസറേ വരുള്ളൂ. എല്ലാം കൂട്ടൽ മാത്രമല്ലേ ഉള്ളൂ. സോ ഇതല്ല. ഓപ്ഷൻ ബി 81/105 ഇത് 1ൽ താഴെയല്ലേ? അതും അല്ല. അടുത്ത 125/105 ഇവിടെ നോക്കിയാൽ ഓക്കെ 1ന് മുകളിലാണ്, പക്ഷേ 10ന് മുകളിൽ വരും ഇതിന്റെ ആൻസർ. ഇല്ലല്ലോ. 125 105 കൊണ്ട് ഹരിച്ചാൽ 10ന് മുകളിൽ ആൻസർ വരത്തില്ലല്ലോ. സോ ഓപ്ഷൻ ഡി എന്തായാലും 10ന് മുകളിലുള്ളൂ. 105 × 10 ഇത് 1050 അല്ലേ? സോ ഇത് 10ന് മുകളിൽ ആൻസർ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് എഴുതാം. ഇത് ആക്ച്വലി പ്രീവിയസ്ലി ചോദിച്ചൊരു ചോദ്യമാണ്. ഇതേപോലെ തന്നെ 7th ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാം ചോദിച്ച ചോദ്യമാണ്. സോ നമുക്ക് ആക്ച്വലി ഷോർട്ട് ട്രിക്ക് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾവിങ് മാത്രം ആയിരിക്കണമെന്നില്ല. ഇതുപോലത്തെ നമുക്കറിയാവുന്ന ആശയങ്ങൾ കണക്ട് ചെയ്യുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹരിക്കുമ്പോൾ കിട്ടുന്നു, ഇവിടെ കൂട്ടുമ്പോൾ 10ന് മുകളിൽ കിട്ടണം. സോ ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഓപ്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ വലിയ വലിയ ഡിനോമിനേറ്റർ കാണുന്നതുകൊണ്ട് തന്നെ അറിയാം ഇച്ചിരി കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആയെന്ന് തോന്നും. അപ്പൊ കാൽക്കുലേഷനിലേക്ക് ഇല്ലാതെ പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഉത്തരം കിട്ടാൻ പോകുന്നത് 10ന് മുകളിലാണെന്ന് കാണാൻ പറയാം. ഈ ഓപ്ഷൻ ഇത് മൂന്നും 10ന് മുകളിൽ ആൻസർ കിട്ടില്ല. എന്നാൽ ഇത് രണ്ടും 1ന് മുകളിൽ പോലും കിട്ടത്തില്ല. ഇതാണ് 1ന് മുകളിൽ അങ്ങനെ കിട്ടാൻ പോകുന്നത്. കാരണം വിഷമഭിന്നം വരുന്നത് ഇവിടെ. വിഷമഭിന്നമെങ്കിലും ആൻസറിൽ വരണം. കാരണം എല്ലാം ഫ്രാക്ഷൻ മിശ്രഭിന്ന രൂപത്തിലല്ലോ ആൻസർ കിടക്കുന്നത്, ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് വിഷമഭിന്നമേ ആൻസർ വരും. കാരണം എല്ലാം അഡീഷൻ മാത്രമേ ഉള്ളൂ. സബ്ട്രാക്ഷൻ ഉണ്ടായിരുന്നത് ശരിയാ, ഈ ഓപ്ഷൻസോളം ചിലപ്പോൾ ഫലിക്കണമെന്നില്ല. ഇവിടെ എല്ലാം അഡീഷൻ മാത്രമായതുകൊണ്ടാണ് അഡീഷൻ മാത്രം, അതുകൂടി ഓർത്തോണം. സോ അവിടെ ഓപ്ഷൻ ഡി ആണ്. പേനയും പേപ്പറൊന്നും എടുക്കണ്ട, ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്തൊന്ന് കണ്ടുപിടിക്കാൻ പോവാം. ആദ്യമേ നമ്മുടെ മിശ്രഭിന്ന രൂപത്തിൽ, വിശ്രമമല്ല മിശ്രഭിന്ന രൂപത്തിൽ. സോ 1 + 4/7 + 7 + 1/3 + 3 + 3/5 ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്. സോ ഇതിനെ ഒന്നുകൂടി ഇതാക്കിയാൽ 1 + 7 8 + 3 11 11 ഓൾറെഡി ഉണ്ട്. 11 പ്ലസ് ബാക്കിയുള്ള ഭിന്നങ്ങൾ 4/7 + 1/3 + 3/5. ഓക്കെ, ഇത്രയും കിട്ടി. സോ 11 പ്ലസ് ഇനി ഇവിടെയാണ് നമുക്ക് 7 3 5 7 3 5 നമുക്ക് ഇനി ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ട് ഒരുപോലെ ആക്കണം. ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ LCM എടുക്കാൻ പോകുന്നത് 7 3 5ന്റെ LCM കോപ്രൈം നമ്പേഴ്സ് അല്ലേ? 7 3 5 3 നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാം കോപ്രൈം അല്ലേ? 7 3 5 കോമൺ ഫാക്ടർ 1 അല്ലേ ഉള്ളൂ, എല്ലാം പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട്. സോ അതിന്റെ അർത്ഥം 7 × 3 × 5 ആണ് നമ്മുടെ LCM. 7 × 3 21 21 × 5 105. നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് കാൽക്കുലേഷൻ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അറിയാവുന്നതുകൊണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, പ്രാക്ടീസ് കൊണ്ടാണ്. പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 7 × 21 അല്ലെങ്കിൽ 7 5s 35 35 × 3 105 5 3s 15 15 7s 105. അവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിന്റെ യൂസ് വരുന്നത്. 5 3s 15 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 15 7s 105 എന്ന് എഴുതാം. സോ ഇവിടെ നോക്കേണ്ടത്
7ന്റെ ഇവിടെ 105 വരാൻ 15 7s are 105 എന്ന് ഓർമ്മയുണ്ടെങ്കിൽ 7ന്റെ ഇവിടെ ഇൻറ്റു 15 ചെയ്താൽ 105, അപ്പൊ ഇവിടെ ഇൻറ്റു 15 4s are 60 60 പ്ലസ് 3യുടെ അവിടെ 105 വരാൻ ഇത്ര ഓർത്താൽ മതി. 7ഉം 5 പോലെ ഇല്ലാത്ത 7 5s are 35 35 3s are 105. ഇവിടെ ഇൻറ്റു 35 ചെയ്യും, അപ്പൊ ഇവിടെ ഇൻറ്റു 35 പ്ലസ് 35. നമ്മൾ പരസ്പരം ഗുണിച്ച് മാത്രം പോകുന്നതാണ് നമ്മുടെ LCM വരുന്നെങ്കിൽ ഓർത്താൽ മതി. 7ന്റെ അവിടെ 3ഉം 5ന്റെയും ഗുണനം ഇല്ലായിരുന്നു അല്ലെ 15, അതുകൊണ്ട് ഇവിടെ 15 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 15 കൊണ്ട് ഗുണിച്ചു. 3യുടെ അവിടെ 7ഉം 5ഉം ആണ് ഇല്ലായിരുന്നു, ശരിയാണല്ലോ. 7 × 5 35 ആണ് ഇവിടെ ഗുണിക്കേണ്ടത്, അപ്പോൾ 105 കിട്ടും, അപ്പോൾ ഇവിടെയും 35 ഗുണിച്ചു. അങ്ങനെയെങ്കിൽ 3/5 7ഉം 3ഉം ഇവിടെ ഇല്ലാത്ത, ശരിയല്ലേ. 105 പറഞ്ഞെങ്കിൽ ഇവിടെ 7ഉം 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പോൾ 7 × 3 21 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെയും 21 3 63, ഇവിടെ 63. ഇനി ഈ ഫ്രാക്ഷൻ പാർട്ട് മാത്രം കൂട്ടിയാൽ ബാക്കി 11 അവിടെ തന്നെ ഉണ്ട്. 60 + 30 + 60 60 60 120 30 150 5 3 8 158. എങ്ങനെ കൂട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടാം, ഇങ്ങനെ ആയിരിക്കും പലരും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 60 30 90 60 150 150 ബാക്കി 5 3 8 158/105. ഇതിന് നമുക്ക് ഇനി ശ്രദ്ധിച്ചോളാം. 11 + 158/105 ഇത് ആക്ച്വലി വിഷമഭിന്നം അല്ലേ. 158/105 ഒരു വട്ടം അടങ്ങിയിട്ടുണ്ടല്ലോ. 11 + 1 + ഒരു വട്ടം പോയാൽ 105ന് ശേഷം ശിഷ്ട എത്രയുണ്ട് 53 അല്ലേ. 1 + 53/105. 11 + 1 12 12 + 53/105. ഇതായിരിക്കും ആൻസർ എന്ന് ഉറപ്പിച്ചോ, ചെയ്യുമെന്ന് കാണിക്കുകയാണ്. ഇനി 12 + 53/105 ഇവിടെ ചെയ്യാൻ പോകുന്നു. 12 × 105 + 53 ആണ്. ശരി, 12 × 105 12 × 105 ചെയ്യുന്ന ഓർത്തോളൂ. 12 × 100 + 5 ചെയ്യാലോ. 12 × 100 + 5 12 × 100 1200 അല്ലേ. 12 × 5 60 അല്ലേ, 1260 വരുമല്ലോ. സോ 12 × 105 + 53 ഇത് ആക്ച്വലി 12 and 53/105 ആണെന്നല്ലോ. സോ 12 × 105 എന്ന് പറയുന്നത് 1200 + 60 1280 + 53 1260 സോറി 1260 + 53 6 5 ഈ 3 ഉണ്ട്, 6 5 11 ഉണ്ട്, 2 1 3 1313 1313/105 അതല്ലേ ആൻസർ ആയിട്ട് കിടക്കുന്നത്. സി, നമ്മൾ ചെയ്ത മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോർമുല അല്ലാണ്ട് നിങ്ങളുടെ രീതി ചെയ്താലും കിട്ടും. നമ്മൾ നോർമൽ ചെയ്ത് 7 × 1 11/7 എങ്ങനെയൊക്കെ എഴുതി ചെയ്താലും സെയിം തന്നെ കിട്ടും. നമ്മൾ മിശ്ര ഭിന്നത ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ എത്തി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എത്തിയില്ല. 11 + 158/105. ഈ 158/105 വീണ്ടും 1 + 53/105 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? കാരണം ഇത് വിഷമ ഭിന്നമാണ്. അതിനെ വീണ്ടും നമുക്ക് മിശ്ര ഭിന്നത്തിലാക്കാൻ ഇങ്ങനെ എഴുതി. 11 + 1 12 12 + 53/105 12 and 53/105 എന്ന് മനസ്സിൽ കാണാമെങ്കിൽ ചെയ്യേണ്ടത് ഈ ആൻസറിലേക്ക്, ഇതുപോലത്തെ ആൻസറിലേക്ക് എത്തണമെങ്കിൽ 12 × 105 ചെയ്യണം പ്ലസ് 53. 12 × 105 + 53. ആ 12 × 105 നമ്മൾ എത്ര ആയിരങ്ങൾ ഉണ്ടെന്നൊക്കെ ഉള്ള മോള ചോദ്യങ്ങൾ ചെയ്ത രീതിയില്ലേ, അതുപോലെ 105ന് 100 + 5 നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. 100 + 5 വേണമെങ്കിൽ 12നെ 10 + 2 എന്ന് പറഞ്ഞ് കാണാം. 10 + 2 × 105 എന്ന് പറഞ്ഞ് ചെയ്യാം, യാതൊരു തെറ്റുമില്ല. നമ്മളിവിടെ 105നെ 100 + 5 എന്ന് പറഞ്ഞു. 12 × 100 1200 ഈസിയായിട്ട് കിട്ടത്തില്ല. 12 × 5 60 കിട്ടും. 1260 60ഉം 1260 കൂടി 1260 കിട്ടും. അതിലൂടെ 53 കൂടി കൂട്ടണം, അപ്പം 1313 വരും. 1313/105 കിട്ടും. ഇതല്ലേ ഓപ്ഷനിൽ കിടക്കുന്നത്. സോ ഇത് ചെയ്യേണ്ട മെത്തേഡ്. പക്ഷെ ഇവിടെ ആക്ച്വലി ഓപ്ഷൻസ് അവർ സെറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ 7 1 8 3 11. സോ 11ന് മുകളിൽ ആൻസർ വരും, അല്ലെങ്കിൽ 10ന് മുകളിൽ ആൻസർ വരും എന്നുള്ള ചിന്താഗതി നമുക്ക് വീക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ 3 ഓപ്ഷൻസ് കളഞ്ഞ് നേരെ ഇത് തന്നെ എഴുതാം. നൺ ഓഫ് ദീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ എഴുതാൻ പറ്റുക. സോ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ രീതി പോകണം നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരു മെത്തേഡ് അറിയൂ. ഇങ്ങനെ 7 + 4 11/7 7 3 21 + 1 22/3 ആയി 3 15 + 3 18/5 ഇതെല്ലാം കൂടി കൂട്ടണം. കൂട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ വലിയ സംഖ്യ വരും. ഇത് മാത്രം നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കണക്കിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത് മെത്തേഡാണ്. ഇപ്പൊ പറഞ്ഞത് മെത്തേഡാണ്, ഇത് മെത്തേഡാണ്. ഓപ്ഷനിൽ നിന്ന് പോകുന്നത് മെത്തേഡാണ്. അതിൻ്റെയൊക്കെ ആശയം എന്തായിരുന്നു? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിലേക്ക് എത്താൻ 7 3 10 11 11ന് മുകളിലൊരു ഉത്തരം കിട്ടും എന്നുള്ളത് അത് കൂട്ടിയപ്പോൾ കിട്ടുന്നതാണ്. അത് ആശയത്തിൽ നിന്ന് വന്നതാണ്. ഈ നമ്പേഴ്സ് കൂട്ടുന്ന ഒരു ആശയം അതിൽ നിന്ന് വന്നതാണ്. ആ ആശയമാണ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെങ്കിൽ ഓപ്ഷൻ സോൾവിങ് എവിടെ ചെയ്യണം, ഈ മെത്തേഡ് എവിടെ ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന 7 × 1 + 4 11/7 ഇത് എവിടെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്നുണ്ടാവും. ആ സമയത്ത് വരുന്നുണ്ടാവും. പ്രൊവൈഡഡ് ആശയമാണ് അറിയേണ്ടത്. മെത്തേഡാണ് അറിയാവുന്നെങ്കിൽ അറിയാവുന്ന മെത്തേഡിലുള്ള ചെയ്തു പോയിക്കൊണ്ടിരിക്കും.
അതാണ് എപ്പോഴും പറയുന്നത്, ആശയമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെത്തേഡ് സെക്കൻഡറി ആണ്. മെത്തേഡ് നമുക്ക് വേണം, പക്ഷെ ആശയം മനസ്സിലാക്കിയിട്ട് മെത്തേഡിലേക്ക് പോവാം. ഉള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റിനെ കണ്ടു, അല്ലെങ്കിൽ പഠിക്കാത്ത ക്വസ്റ്റിനെ കണ്ടു എന്നൊക്കെ പറയാറില്ല. അതിൽ 90% നമ്മൾ പഠിച്ച ആശയത്തിലെ ചോദ്യം, പക്ഷെ ചോദ്യം ഒന്ന് ഒരു വേറിട്ട രൂപത്തിൽ ചോദിച്ചു, അത് എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ, കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡാണ് ഫോക്കസ് ചെയ്യുന്നത്. മെത്തേഡ് ഫോക്കസ് ചെയ്താൽ മെത്തേഡ് മാത്രം മനസ്സിലായി. ഒരു മെത്തേഡിൽ നിന്ന് നമുക്ക് എപ്പോഴും സൊല്യൂഷൻ കിട്ടത്തില്ല. ആശയം ഉണ്ടെങ്കിലേ മെത്തേഡ് വർക്കാവൂ എന്ന് ഓർത്താൽ മതി. സോ ഈ ചോദ്യം ഈ രീതിക്ക് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ള സമ്മതിക്കുന്നു. കാൽക്കുലേഷൻ എന്താ പറയാ, അത്ര എക്സ്പേർട്ട് അല്ല, അത്ര പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും. കുഴപ്പമില്ല, പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കി എടുക്കാം. ഇനി ഇത് പാടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോർമൽ യൂസ് ചെയ്തോ. 7 × 1 + 4 11/7 + 7 22/3 + 5 15 18/5 LCM എടുക്കുന്നു. അവിടെയും വലിയ നമ്പേഴ്സ് തന്നെ വരും. ലാസ്റ്റ് ഇത് തന്നെ എത്തുള്ളൂ. ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ആദ്യം പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് എടുക്കുന്നില്ലേ, അത് മനസ്സിലിട്ടേക്കുക. ഈ മെത്തേഡ്സ് ഒക്കെ തറവായി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനെ അങ്ങനെ കൂടി വീക്ഷിക്കുക. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനത്തെ 3 രീതിയിൽ വീക്ഷിക്കുക. നോട്ട് ചെയ്ത് തന്നെ വെച്ചോ, യാതൊരു കുഴപ്പമില്ല. കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും നോട്ട് ചെയ്ത് വെക്കുമ്പോൾ, സാരമില്ല. നാളെ അത് ബെനിഫിറ്റ് ഉണ്ടാക്കും. നാളെ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവും. സോ 3 ആശയങ്ങൾ മനസ്സിലേക്ക്, 3 ആശയങ്ങളുടെ 3 രീതികൾ, ഒരാശയമുള്ളതിന്റെ 3 രീതികളാണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കാം. ഒരു രീതി ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കാൽക്കുലേഷൻ പാട് തോന്നുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ രീതി നമ്മൾ നോർമലി ചെയ്യാറുള്ളത്, മിക്സ്ഡ് ഫ്രാക്ഷനെ വിഷമ ഭിന്നമാക്കിയിട്ട് ചെയ്യാറുള്ളതാണ് സാധാരണ ചെയ്യാറ്. മൂന്നാമത്തെ രീതി ഓപ്ഷനിൽ നിന്ന് ഇവിടെ എടുത്തു. അത് എന്തുകൊണ്ട് എടുത്തു എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. സോ അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പഠിച്ച് പോകുമ്പോഴത്തേക്ക് മാത്സ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടാകും.